നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു യാത്രാ വിവരണ പുസ്തകത്തെ പറ്റിയാണ്. ഇതിൻ്റെ പേരാണ് എൻ്റെ കേരളം. ഇത് എഴുതിയിരിക്കുന്നത് രവീന്ദ്രൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു പുസ്തകമായി ആദ്യമായിട്ട് ഇറക്കപ്പെട്ടതല്ല. ഒരുപക്ഷെ 80s കിഡ്സ് 90s കിഡ്സ്, അതായത് 80കളിലും 90കളിലുമൊക്കെ ജനിച്ച അവരുടെ ബാല്യം 90കളിൽ ചെലവിട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ അന്ന് കേബിൾ ടി വിയെ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികൾ കേബിൾ ടി വി ഒന്നും കാണാറില്ല. പ്രധാനമായിട്ടും എല്ലാവരും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആണല്ലോ അവർ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടം 90കളിലൊക്കെ ബാല്യം ചെലവിട്ടവർ പലരും അന്ന് കേബിൾ ടി വിയൊക്കെ കണ്ടിരുന്നു. അന്ന് പ്രധാനമായിട്ടും ഏഷ്യാനെറ്റ് എൻ്റെ കേബിൾ ചാനലൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു എൻ്റെ കേരളം. ഈ എൻ്റെ കേരളം എന്ന ഒരു ട്രാവലോഗായിരുന്നു. ഒരു ട്രാവലോഗ്, അതായത് ഓരോ എപ്പിസോഡിലും ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലേക്കോ അവിടുത്തെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടീം, ഏഷ്യാനെറ്റിൻ്റെ ഒരു ടീം അവിടെ പോയി ആ സ്ഥലം ഒക്കെ കാണുകയും അതിനെപ്പറ്റി ഒരു വിവരണം അതിനോടൊപ്പം തന്നെ തരികയും ചെയ്യുകയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇപ്പോൾ സഫാരി ചാനലിലൊക്കെ കാണുന്ന വിദേശ പര്യടനങ്ങൾ, സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ ഒരു ലോക്കൽ വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ പ്രധാനമായും ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ വിവരണങ്ങളായിരുന്നു. ആ വിവരണങ്ങൾ എഴുതിയിരുന്നത് രവി, അതായത് ചിന്ത രവി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന രവീന്ദ്രനായിരുന്നു. രവീന്ദ്രൻ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനും യാത്രികനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെയധികം രചനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചിന്ത, കലാകൗമുദി തുടങ്ങിയ മാസികകളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ചിന്ത എന്ന വാരികയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിന്തരവി എന്ന ഒരു പേര് അദ്ദേഹത്തിന് വന്നത്. അതായത് കേരളത്തിലെ ഒരുപക്ഷെ ബുദ്ധിജീവികളിൽ പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രവീന്ദ്രൻ. നമ്മൾ ഗോപകുമാറൊക്കെ, കണ്ണാടിയൊക്കെ അവതരിപ്പിച്ചിരുന്ന ഗോപകുമാർ, അവരുടെയൊക്കെ ഒരു സമകാലികനായിരുന്നു ഇദ്ദേഹം. 1946 ജനിച്ച അദ്ദേഹം 2011 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പലത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള അകലങ്ങളിലെ മനുഷ്യർ എന്ന ഒരു പുസ്തകം, ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ബോർഡർ ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ പറ്റി പറഞ്ഞു. അതായത് ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബോർഡേഴ്സിലൊക്കെയുള്ള പല സ്ഥലങ്ങളും, അപ്പോൾ അവിടെയൊക്കെയുള്ള മനുഷ്യരുടെ ജീവിതം അതൊന്നും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അവരൊക്കെ എങ്ങനെയാണ്, അവർ ഇന്ത്യയിലാണെന്ന് പറഞ്ഞാലും യാതൊരുവിധ സർക്കാരിൽ നിന്നോ ഗവൺമെൻറ് ഒന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാതെ ഇന്നും വളരെ ഒരു സൗകര്യമില്ലാത്ത, വളരെ റിമോട്ടായിട്ടുള്ള ഒരു ജീവിതം, അതായത് യാതൊരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കുന്ന മനുഷ്യരുടെ, വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥകൾ പറയുന്ന ഒരു പുസ്തകമായിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുസ്തകമാണ് അകലങ്ങളിലെ മനുഷ്യർ. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് രവിയുടെ. അന്ന് രവീന്ദ്രൻ നടത്തിയിട്ടുള്ള യാത്രകൾ, ഇന്ത്യയുടെ പല ദൂര പ്രദേശങ്ങളിലേക്ക് നടത്തിയ യാത്രകൾ, അവിടെയുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത ഒരു പുസ്തകമായിരുന്നു അകലങ്ങളിലെ മനുഷ്യർ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വിസ് സ്കെച്ചുകൾ എന്ന പുസ്തകം, അതിലെ ലേഖനങ്ങൾ ഞാൻ വായിച്ചിരുന്നു. അത് സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹം നടത്തിയ യാത്ര, അദ്ദേഹം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ വളരെയധികം യാത്രകൾ നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ ഒരു കമ്മ്യൂൺ, അവിടെ സ്വിറ്റ്സർലൻഡിൽ ചില കമ്മ്യൂണാണ്, അതായത് നമ്മൾ ഹിപ്പി കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ചില കമ്മ്യൂണുകൾ, അന്ന് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന, ഒരേ സമാന ഇൻട്രസ്റ്റുകളുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ചില സ്ഥലങ്ങളായിരുന്നു കമ്മ്യൂണുകൾ. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിൽ കുറേ വിദ്യാർത്ഥികൾക്കൊപ്പം അദ്ദേഹം ചെലവിട്ട ഒരു കാലഘട്ടം, അന്ന് സ്വിറ്റ്സർലൻഡിൻ്റെ നമ്മൾ കാണാത്ത ചില മുഖങ്ങളൊക്കെ ആ ഒരു പുസ്തകത്തിൽ നമ്മൾ വളരെയധികം അതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പം നമ്മളെപ്പോഴും കാണുന്ന മനോഹരമായ വിഷ്വൽസും മറ്റും അതിന് പുറകിൽ വളരെ സ്ട്രിക്റ്റ് ഒരു മിലിറ്ററി റെജീം പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യവും, വളരെ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം, അവിടുത്തെ ഭീമമായ വിലക്കയറ്റങ്ങളും അവിടുത്തെ യുവത്വത്തിൻ്റെ പ്രശ്നങ്ങളും അവിടെ അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളും ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം അതിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം, ഇദ്ദേഹത്തിൻ്റെ ചാനലിലെ ആ പരിപാടികൾ ഞാനന്ന് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പുസ്തകം ഒരിക്കൽ ഞാനൊരു ബുക്ക് ഫെസ്റ്റിവലിൽ കണ്ടപ്പോൾ ഞാൻ വായിക്കാം. കാരണം ആ ഒരു യാത്രയിലെ വിവരണങ്ങളുടെ അതിൻ്റെ ഒരു കോമ്പൈലേഷനാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടൺ ഫോമാറ്റാണ് ഈ എൻ്റെ യാത്രകൾ. അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകൾ, അവിടെ അദ്ദേഹം പരിചയപ്പെട്ട മനുഷ്യർ, അവരെ പറ്റിയൊക്കെ
യാത്രകൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കാസർഗോഡ് മുതൽ അത് അവസാനം പാറശാല വരെ, അതായത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഓരോ സ്ഥലങ്ങളിലൂടെയും അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളൊക്കെ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. വളരെ അദ്ദേഹത്തിൻ്റെ രചനാ ശൈലി വളരെ നല്ലതാണ്, നല്ല ഭാഷയാണ്. അതാണ് പ്രത്യേകമായിട്ട്. അതായത് മലയാള ഭാഷയെ ഇഷ്ടപ്പെടുന്നവർക്ക്, മലയാള ഭാഷയുടെ ഒരു ശുദ്ധതയും മറ്റും ഇഷ്ടപ്പെടുന്നവർക്കും അതിൻ്റെ ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു വിവരണം, ആ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രം ഉൾപ്പെടെയുള്ള അവിടുത്തെ ഇന്നത്തെ സ്ഥിതി ഉൾപ്പെടെ അതിനോടൊപ്പം തന്നെ ചരിത്രവുമായി അതിനെ ബന്ധപ്പെടുത്തി സംസാരിക്കാനുള്ള, വളരെ ആധികാരികമായി എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുസ്തകം തീർച്ചയായിട്ടും ഓരോ ജില്ലക്കാർക്കും അവർ ജീവിക്കുന്ന ജില്ലയിലുള്ള ആളുകൾക്ക് പോലും ചരിത്രത്തെ പറ്റിയും മറ്റും യാതൊരു ബോധവുമില്ല. അപ്പോൾ ആ ഒരു ചരിത്രബോധം ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ എൻ്റെ കേരളം എന്ന പുസ്തകം. തീർച്ചയായിട്ടും നിങ്ങളിത് വായിച്ചു നോക്കുക. മാതൃഭൂമി ബുക്സാണ് ഇത് പുറത്തിറക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഈ പുസ്തകം പ്രിന്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. പ്രത്യേകിച്ച് യാത്രകളും മറ്റും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു പുസ്തകം.